അത്തരം രാഷ്ട്രീയക്കാരില്ല. ഒരു രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ അതാ. ഇന്ന് ചുമ്മാ പടത്തിന് വേണ്ടി നടക്കുന്ന രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിൻ്റെ എല്ലാ അംശങ്ങളും ഇന്നും എന്നിലുണ്ട്. ആ കമ്മ്യൂണിസം ഇപ്പോഴും ഉള്ളിലുണ്ട്. വിട്ടുവീഴ്ചയില്ല, യാതൊരു വിട്ടുവീഴ്ചയില്ല. ഈ കൊള്ളയടിക്കുന്നതല്ല, കൈക്കൂലി വാങ്ങിക്കുന്നതല്ല. എന്നോടൊപ്പം ഉള്ളത് നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരുപാട് പ്രതിഭകളുണ്ട്. ജീവിതത്തിൻ്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളും അവരുടെ പ്രതിഭയും തമ്മിൽ വലിയ ബന്ധമുണ്ടാവില്ല. വളരെ ലളിതമായി പറഞ്ഞാൽ കഷ്ടപ്പാടുകാരും പ്രയാസക്കാരും ഒരുപാട് സങ്കടങ്ങളും വെല്ലുവിളിയും ഒക്കെയുള്ള ജീവിതമായിരിക്കും പലപ്പോഴും. എന്നാലും അവരുടെ ഉള്ളിൽ നിറയുന്ന ഒരു പ്രതിഭാധനത്വം അതെപ്പോഴും ഉണ്ടാകുമെന്ന് മാത്രമല്ല, ചിലപ്പോഴൊക്കെ തമസ്കരിക്കപ്പെട്ടു പോവുകയോ മൂടിപ്പോവുകയോ ഒക്കെ ചെയ്താലും അത് പുറത്തു വരികയും ചെയ്യും. എന്നോടൊപ്പം ഉള്ളത് പട്ടശ്ശേരി സഹദേവനച്ഛനാണ്. അച്ഛൻ ആരാണെന്നുള്ളത് അച്ഛൻ പറയും. നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയുകയാണ്. നിങ്ങളൊക്കെ ഒരിക്കലെങ്കിലും കേട്ടിട്ടുള്ള ഒരു പാട്ടുണ്ടാവും, പാടാൻ എനിക്കറിയില്ല. തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി എന്ന് തുടങ്ങുന്നൊരു ഗാനമുണ്ട്. ഒരു കൃഷ്ണഭക്തി ഗാനമാണ്. എന്നാൽ എന്നോടൊപ്പമുള്ള സഹദേവനച്ഛൻ വലിയ ഒരു കടുത്ത കമ്മ്യൂണിസ്റ്റുമാണ്. അച്ഛനെ അച്ഛൻ തന്നെ പരിചയപ്പെടുത്തും. എന്തായിരുന്നു അച്ഛൻ്റെ ഭൂതകാലം? പണ്ട് അച്ഛൻ ആദ്യം എൻ്റെ ജനനം ഒരു മരംകയറ്റ തൊഴിലാളി കുടുംബത്തിലാണ്. സാമാന്യം ജനസമ്മതിയുള്ള ഒരു നല്ല കുടുംബമായിരുന്നു. ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ പട്ടിണി നിറഞ്ഞു നിന്ന കാലഘട്ടം, അരിയും തുണിയും കിട്ടാത്ത കാലഘട്ടം. കുഞ്ഞുങ്ങൾ പോലും കരുനാഗപ്പള്ളി മാർക്കറ്റ് കടകളുടെ മുൻവശത്ത് ക്യൂ നിന്ന് തുണി വാങ്ങിച്ചു കൊടുക്കുന്ന കാലം. കഞ്ഞിവെപ്പ് ചെറുപയറോ ഒക്കെ ഇട്ടാണ് കഞ്ഞിയാക്കുന്നത്. പക്ഷേ ഈ കാലഘട്ടത്തിൽ എൻ്റെ ജീവിതം വളരെ സുഭിക്ഷമായിരുന്നു. ഞാനൊരു താഴ്ന്ന വിഭാഗത്തിൽ ജനിച്ച ആളാണെങ്കിലും അന്ന് എൻ്റെ ജീവിതം ആ ഭക്ഷണരംഗത്ത് രാജകീയമായിരുന്നു. കാരണം എൻ്റെ അച്ഛൻ മാരാരിത്തോട്ടത്ത് ബംഗ്ലാവിലെ ഒരു തൊഴിലാളിയായിരുന്നു. ധാരാളം നെല്ലും അരിയും അറകളിൽ പൂഴ്ത്തി വെച്ചിരിക്കുന്ന വീട്ടിലെ തൊഴിലാളിയായതുകൊണ്ട് ഞാൻ അച്ഛൻ്റെ കൂടെ അവിടെ പോകും. രാപകൽ അവിടെ നിന്ന് എനിക്ക് ഭക്ഷണം കിട്ടും. ഒരു പക്ഷേ എൻ്റെ വിഭാഗത്തിലെ ആളുകൾക്ക് ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അന്നം, അരിയുടെ അന്നം ലഭിച്ച എനിക്ക് മാത്രമായിരിക്കും. അങ്ങനെ ഞാൻ വളർന്നു. പക്ഷേ അത് പൂർണ്ണമായി ആസ്വദിക്കാൻ ഉള്ള വിധി ദൈവം എനിക്ക് തന്നില്ല. കാരണം എന്നെ പ്രസവിച്ചതോടൊപ്പം എൻ്റെ അമ്മ ഒരു രോഗിയായി മാറി, ഞാനും രോഗിയായി. പക്ഷേ അന്ന് ഇന്നത്തെ പോലെയുള്ള ഈ വൈദ്യസഹായം ഒന്നും ലഭിക്കുന്ന ഒരു കാലഘട്ടമല്ലായിരുന്നു. ശങ്കരമംഗലത്തെ ഒരു അംഗവീടായിരുന്നു ഈ മാരാരിത്തോട്ടത്ത് ബംഗ്ലാവ്. അതുകൊണ്ട് അവരുടെ ഒരു വൈദ്യർ അവിടെ ചികിത്സിക്കാൻ വരുമായിരുന്നു. അവിടുത്തെ തൊഴിലാളി എന്നുള്ള രൂപത്തിലായ എൻ്റെ അമ്മയ്ക്കും എനിക്കും അവരുടെ ചികിത്സ കിട്ടി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും രക്ഷ പിടിച്ചു. പക്ഷേ എൻ്റെ അമ്മയുടെ രോഗം 18 വർഷം നീണ്ടു നിന്നു. ഈ 18 വർഷക്കാലത്തിനുള്ളിൽ ഒരുപാട് എനിക്ക് എൻ്റെ വിദ്യാഭ്യാസ കാലം അന്നാണ്. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ നിറകണ്ണുകളോടാണ് പോകുന്നത്, അമ്മ തിരിച്ച് വന്ന് കാണാൻ വെക്കുമോ എന്നുള്ള ഒരു വിചാരത്തോടു കൂടി. പക്ഷേ ആ കാലമെല്ലാം എന്നെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അല്പം ലേറ്റായി ഞാൻ വീട്ടിലെത്തുമ്പോൾ എന്നെ റോഡരികിൽ അമ്മ കാത്തു വയ്ക്കുമായിരുന്നു. 952 കാലഘട്ടത്തിൽ അന്ന് കരുനാഗപ്പള്ളി ആദ്യമായിട്ട് ഇടതുപക്ഷ മുന്നണി കേരളത്തിലല്ല, കരുനാഗപ്പള്ളി MLA ആയി മാരാരിത്തോട്ടത്തിൽ രാഘവൻപിള്ള 1952. അന്ന് ഞാൻ കുഞ്ഞാ. പക്ഷേ അന്ന് ഈ നാട്ടുകാരൻ എന്നുള്ള രൂപത്തിൽ ആ സ്ഥാനാർത്ഥിയുടെ പിന്നിൽ നാടെല്ലാം ഇളകി മറിഞ്ഞു. എൻ്റെ അളിയന്മാരോടൊപ്പം രാത്രികാലങ്ങളിൽ ഞാൻ യോഗമെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ രോഗിയായ എൻ്റെ അമ്മ മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് എന്നെ കാത്തിരിക്കുമായിരുന്നു. കാരണം അന്ന് ഞാൻ ഒരു മകനേ ഉള്ളൂ. ഇപ്പോൾ അതിന് ശേഷം ഒരു മകനുണ്ടായെങ്കിൽ ആ കാലഘട്ടത്തിൽ ഞാൻ ഒരു മകനേ ഉള്ളൂ. അങ്ങനെ ഞാൻ ആ മാരാരിത്തോട്ടം ബംഗ്ലാവുമായിട്ടുള്ള ബന്ധം അന്ന് ഈ ഇപ്പോൾ ഈ മരംകയറ്റ തൊഴിലാളി അല്ലെങ്കിൽ ഈ താഴ്ന്ന കുടുംബം എന്നൊക്കെ അങ്ങ് പറഞ്ഞ പോലെ
അന്ന് ഈ സമൂഹത്തിന് നിങ്ങളെയൊക്കെ അംഗീകരിക്കാൻ വലിയ പ്രയാസം ഉണ്ടായിരുന്നു, തുല്യതയോടെ കാണാൻ? ഞങ്ങൾ അങ്ങനെ പോകില്ലായിരുന്നു. കാരണം നമ്മുടെ ഈ പരിമിതമായ വീടുകളിൽ ഒതുങ്ങി നിൽക്കുകയായിരുന്നു നമ്മുടെ ജീവിതം. ഈ മരത്തോട്ടം അവരുടെ ഇടയിൽ ഇത് കണ്ടില്ല, ഈ വേർകൃതൽ കണ്ടില്ല. ഒന്നത്. രണ്ടാമത്തത്, അത് കാണാതിരിക്കാൻ വേറെ മാർഗമുള്ളത്, ഞങ്ങളും ഏതാണ്ട് സമ്പന്നമാണ് സാമ്പത്തിക രംഗത്ത് ജീവിക്കാനുള്ള മാർഗവും അല്ല. വേറെ അവിടുത്തെ ഒരു കൊച്ചു ഈ തൊഴിലാളി രംഗം കൊണ്ട് തന്നെ ഒരു സമ്പന്ന കുടുംബമാണ് എൻ്റേത്. കാരണം ഈ അന്ന് ഈ തേങ്ങ അടത്തുന്നതിന് കൂലി എന്ന് പറയുന്നത് കൊയ്യാല. അപ്പം 100 തേങ്ങ അടത്തിയാൽ 10 തേങ്ങ, അങ്ങനെ 1000 തേങ്ങ അടത്തിയാൽ 100 തേങ്ങ. ഈ മരത്തോട്ടത്തുകാർ കടത്തിയാൽ 10,000 തേങ്ങ ഈ മേളി വരും. അങ്ങനെയുള്ള 6-7 വീട്ടിലെ ജോലി എൻ്റെ അച്ഛനുണ്ട്. 10,000-5,000 മേളിൽ തേങ്ങ സ്വന്തമായി വരുമാനം വരുന്ന ഒരാളായിരുന്നു എൻ്റെ അച്ഛൻ. അങ്ങനെ വല്ലവരുടെയും തെങ്ങുകൊണ്ട് ചെമ്മിയായി. പിന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ഞാൻ ഈ മരത്തോട്ടത്തെ ബന്ധമുള്ള കാലത്ത് പിന്നെ മരത്തോട്ടത്ത് രാഘവൻപിള്ള എനിക്കറിയില്ല, വെറും കൊച്ചനാ. അവിടെ 5-6 ചെറുപ്പക്കാരിങ്ങനെ താവളം അടിച്ച വീട്ടിൽ. അപ്പോൾ ഒരു ദിവസം ഈ മരത്തോട്ടത്ത് രാഘവൻപിള്ള എൻ്റെ അടുത്ത് ചോദിച്ചേട്ടാ അഞ്ഞുവാ, നിനക്ക് കരുനാപ്പള്ളി ചന്തയിൽ നിന്ന് പോയിട്ട് വരുമോ? കാരണം ഞാൻ അച്ഛൻ്റെ കൂടെ അവരുടെ കടപാടം ഇരിക്കാൻ ചന്തയിൽ പോകുമായിരുന്നു, അതൊക്കെ അറിയാം. ഞാൻ പറഞ്ഞു പോയിട്ട് വരാം. ഒരു എഴുത്ത് എൻ്റെ തന്ന് ഞാനത് കൊണ്ട് കൊടുത്ത് ഒരു കടക്കാൻ്റെ കൊടുത്ത് കാശും ഉണ്ടായിരുന്നു. കൊടുത്ത് അവർ കുറേ സാധനം പൊതിഞ്ഞു തന്നു. ഞാനത് കൊണ്ടുവന്ന്. അപ്പോൾ ഒരു 4 എണ്ണം ബാക്കി ഉണ്ടായിരുന്നു, അതെനിക്ക് തന്നു. ഞാൻ സൂക്ഷിച്ചമായിട്ട് ഇല്ല 4 എണ്ണയ്ക്ക് 2 പരിപ്പ് ചക്കര എല്ലാം മാറ്റി ഇങ്ങനെ കഴിഞ്ഞ് ഞാൻ ആ വീടിൻ്റെ മുമ്പിൽ കാവൽ നിൽക്കുക എന്നെ വിളിക്കാൻ. ഇല്ല കാശ് കിട്ടും എനിക്ക്. പക്ഷേ കാലങ്ങൾ കടന്നുപോയി. പിന്നെ അറിഞ്ഞ് ശങ്കരാരായണൻ തമ്പിയും തോപ്പി പാസി ഉൾപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരായിരുന്നു ഒളിവിൽ താമസിച്ചിരുന്നവള്. അന്ന് ഒളിവിൽ താമസിച്ചപ്പോഴാണ് ഇത് അവർക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്തത്. എനിക്കറിയില്ല, എനിക്ക് ഈ വിവരം അറിയില്ല. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ വിവാഹിതനായി. എൻ്റെ മകളെ വിവാഹം കഴിച്ചയച്ചു. മകളുടെ ഭർത്താവിന് പ്ലൈവുഡ് ജോലി ഉണ്ടായി പുല്ലൂരി, അത് നിന്നുപോയി. ആ കുടുംബം ഏതാണ്ട് പട്ടിണിയുടെ അവസ്ഥയിലേക്ക് നീങ്ങിയപ്പോല്ല. ഒരു ദിവസം മോള് കൊണ്ടുവന്നൊരു കത്ത് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞ്, അച്ഛ കത്തൻ്റെ ഒരു കാർഡ്, അച്ഛാ എനിക്ക് ജോലി വാങ്ങിച്ചു തരണം എൻ്റെ ഭർത്താവിന്. എൻ്റെ PSCയുടെ ഇൻ്റർവ്യൂവാണ്. ഞാൻ ചോദിച്ചെന്താ, ഞാൻ എൻ്റെ അമ്മായിയപ്പം വല്ലതും വന്നാൽ PSC ചേർന്ന് എന്ന് പറഞ്ഞാൽ എല്ലാ അച്ഛൻ വിളിച്ചാൽ കഴിയും. ഞാൻ ചില ആളുകളെ കണ്ട കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞത്, ശരി ഞാൻ ആഫീസിൽ പോകുന്നുണ്ട്, വെള്ളിയാഴ്ച സംസ്ഥാന കൗൺസിൽ ഓഫീസിൽ പോകുന്നുണ്ട്, അന്നേരം ഇത് പറയാമെന്ന് പറയാം. ഞാൻ പറഞ്ഞു നിങ്ങൾക്കത് പറയാം, കാരണം എനിക്കിത് വലിയ കാര്യം, എനിക്ക് കൂടിയേ കഴിയും, അതുകൊണ്ട് ഞാനിവിടെ വരാമെന്ന് പറഞ്ഞു. ഞാനവിടെ ചെന്നപ്പം ഞാൻ ഉദ്ദേശിച്ച ആളിനെ കണ്ടില്ല. അപ്പം അവിടെ ഒരാൾ മാറിയിരുന്ന്, ഞാൻ ഒറ്റയ്ക്കിരുന്ന്, അവിടെ കൂടിയിരിക്കുന്നതെല്ലാം വലിയ ആളുകളും. ആളെന്നെ വിളിച്ച് ചോദിച്ച് എന്താ ആരെ കാണാൻ വന്ന്? ഞാൻ പറഞ്ഞു ഞാൻ PK രാഘവനെ കാണാൻ വന്ന. അയാൾ മന്ത്രിയാണ്. അപ്പോൾ എവിടെ നിന്ന് വരുന്നതെന്ന് ചോദിച്ചാൽ കരുനാഗപ്പള്ളിയിൽ നിന്ന് വന്നു. കരുനാഗപ്പള്ളിയിൽ നിന്ന് എവിടെ നിന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മാരാരത്തോട്ടത്ത്. അപ്പോൾ ഇദ്ദേഹം കുറേ കൂടെ ആകാംക്ഷയോട് ചോദിച്ചു, എന്നെ അറിയുന്നില്ല, മാരാരത്തോട്ടത്ത് ഏതാണെന്ന് ചോദിച്ചു. അന്നേരം എനിക്ക് പഴയകാല ഓർമ്മ വന്നു, ഈ ആളിനെ അറിയത്തില്ലെങ്കിലും ഓർമ്മ വന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ മാരാരത്തോട്ടത്തെയാണ്. പക്ഷെ അയാൾക്ക് അറിഞ്ഞൂടാ ഇത് കോന്തൻ അവിടെ ഇല്ലെന്ന്. പക്ഷേ ആ മനുഷ്യൻ പിന്നെയും ചോദിച്ചു മാരാരത്തോട്ടത്ത്. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ പറഞ്ഞു അവിടുത്തെ മരക്കയറ്റ തൊഴിലാളി അയ്യപ്പൻ്റെ മകനാന്ന് പറഞ്ഞു. പെട്ടെന്ന് എന്നെ പിടിച്ചടിപ്പിച്ച് സഹദേവൻ കരഞ്ഞ് എമ്മൻ ഗോപനാരായിരുന്നു. ഇത് അന്ന് ഇവിടെ ഒളിവിൽ താമസിച്ചിരുന്ന. അപ്പോൾ ആ സഹദേവനെ പിന്നെ ഓർത്തെടുത്തു എമ്മൻ ഓർത്തെടുത്ത്. അദ്ദേഹം കണ്ണുനീര് വീണ എൻ്റെ അച്ഛൻ്റെ മരണ വാർത്തയായിരുന്നു. അത് ഞാൻ വളരെ അഭിമാനത്തോടു കൂടി പറയുന്നു. രാഷ്ട്രീയക്കാരില്ല. ഒരു രാഷ്ട്രീയക്കാരൻ പറഞ്ഞാൽ അതാ. ഇന്ന് ചുമ്മാ പടത്തിന് വേണ്ടി നടക്കുന്ന രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിൻ്റെ എല്ലാ അംശങ്ങളും ഇന്നും എന്നിലുണ്ട്. ആ കമ്മ്യൂണിസം ഇപ്പോഴും ഉണ്ട്. വിട്ടുവീഴ്ചയില്ല, യാതൊരു വിട്ടുവീഴ്ചയില്ല. ഈ കൊള്ളയടിക്കുന്നതല്ല, കൈക്കൂലി വാങ്ങിക്കുന്നതല്ല. പിന്നെ അവിടെ അധികാരം. പിന്നെ ഈ അച്ഛനോട് ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനൊരു ഉറച്ച കമ്മ്യൂണിസ്റ്റ് ആകുമ്പോഴും അച്ഛൻ ആ കൊണ്ടുവന്ന പുസ്തകത്തിൽ എഴുതിയതുപോലെ ഭക്തിഗാനങ്ങളും കൃഷ്ണഭക്തി ഗാനങ്ങളും ഒക്കെ ധാരാളമായി എഴുതി. ഞാൻ പറഞ്ഞ എൻ്റെ അമ്മയുടെ രോഗം
ആ എൻ്റെ അമ്മയുടെ രോഗം ശമനം കിട്ടാൻ വേണ്ടി അമ്മ തന്നെ എന്നെ ക്ഷേത്രങ്ങളിലും വഴിപാടുകൾ നടത്തുന്നതിനൊക്കെ പറഞ്ഞയക്കുമായിരുന്നു. ഒടുവിൽ ഞാൻ ഈ കവിയാവുന്നത് പോലെ കവിത എഴുതുന്ന പോലെ തന്നെ ആദ്യമേ ദൈവത്തിനെ വിളിച്ച് സങ്കടം പറഞ്ഞായിട്ട് തുടങ്ങുന്നത്. അങ്ങനെ അമ്മയാണ് ഏറ്റവും ജീവൻ. അതെ, എന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ടുവരുന്നത് എൻ്റെ അമ്മയാണ്. കാരണം ഇല്ല മീറ്റിങ്ങിന് പോകാനൊക്കെ എനിക്ക് കാശ് തന്നയക്കും പോയിച്ചു വരാൻ. യോഗം കഴിഞ്ഞ് വരുമ്പോൾ അമ്മയുടെ പേരെന്തുവായിരുന്നു? ഉമ്മണി. എത്ര വയസ്സിൽ മരിച്ചു? അമ്മ ഏതാണ്ട് ഒരു 50 വയസ്സിന് താഴെയായപ്പം മരിച്ചു. 50 വയസ്സിൽ താഴെ മരിച്ചു. വേണ്ട 70 കൊല്ലത്തിന് മേളായി എൻ്റെ അമ്മ മരിച്ചിട്ട്. അത് ശരി. എപ്പോഴും അമ്മയെ ഓർക്കാറുണ്ടോ? ഇപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക. പിന്നെ അത് വിങ്ങിപ്പൊട്ടും കരലുമായിട്ട് ഞാൻ അമ്മയെ പറ്റി ഓർക്കുന്ന വേളയിൽ ഉണ്ട് എനിക്ക് സുഹൃത്തുക്കൾ 2 പേർ കൺകളിൽ നിന്ന് വീഴുന്ന മുത്തുകൾ. എൻ്റെ അമ്മയെ പറ്റി എഴുതിയതാണ്. അതിനപ്പുറത്ത് നമുക്ക് വേറൊന്നുമില്ല. അമ്മയാണ് ഇത്രയും രൂപപ്പെടുത്തിയത്. ഈ രൂപപ്പെടുത്തിയില്ല. ഇപ്പോഴും ആ കണ്ണ് നിറയുന്നുണ്ട് അമ്മയെ ഓർക്കും. എപ്പോഴും അത്ര ഇതായിരുന്നു. കാരണം എൻ്റെ അമ്മ ഈ ഒരു നാട്ടിൻപുറത്തുകാരി, ഒരു മരം കയറ്റി തൊഴിലാളി കുടുംബത്തിലാണെങ്കിലും ഈ അമ്മയെ കാണാൻ ഒരു 10-12 സ്ത്രീകൾ അവിടെ വരുമായിരുന്നു ഡെയിലി. കാരണം ഒരുപാട് വെറ്റം കൊടുക്കും. ഇവരെല്ലാം കൂട്ടം കൂടിയിരുന്ന് ചടവൊക്കെ പറഞ്ഞില്ല, വെറ്റെല്ലാം മുറുക്കുക, എല്ലാവരും മുറുക്കാനാണ് പോകുന്നത്. ഇത് വാങ്ങിക്കുന്നതല്ല അമ്മയാണ്. മാത്രമല്ല ഞാൻ മുമ്പേ പറഞ്ഞ രൂപത്തിലുള്ള ചെറിയ സമ്പത്ത് ഈ വീട്ടിലുണ്ടായിരുന്നുകൊണ്ട് കടം വാങ്ങിക്കാനും കൊടുക്കാനും ഒക്കെ ആയിട്ട് വരും. ഉണ്ട് ഒരേ ഏക്കറിലധികം പുരയുടെ വന്നുണ്ടായിരുന്നു. ഈ പുരയിടത്തിൽ ഇത്രയും ചീനിയായിരുന്നു. ഈ ചീനി നടന്നതിൽ നല്ലൊരു പങ്ക് നാട്ടുകാരാണ് തിന്നത്. അമ്മ അങ്ങനെ ഒരു ദാനശീലമായിരുന്നു. അങ്ങനെയൊക്കെ തന്നെ അമ്മയുടെ ഒരു അനുഗ്രഹമാണ് യഥാർത്ഥത്തിൽ എന്നും എപ്പോഴും ഉള്ളത്. അതാ ഈ ഭക്തിയായിട്ട് മാറിയത്. അമ്മയോടുള്ള സ്നേഹമാണ് ഭക്തി. അതെ അതെ. ഈ പാട്ട് എഴുതിയത് ഏത് സാഹചര്യത്തിലാണെന്ന് ഓർക്കുന്നുണ്ടോ? അച്ഛൻ പണ്ട് ഈ തുളസിക്കതിർ പിച്ചിപ്പൂ നുള്ളി എടുത്തെന്നാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ എൻ്റെ അച്ഛൻ മരിച്ചു. ഞാൻ അമ്മയുടെ കാര്യം പറയുമ്പോഴും അച്ഛനും മഹാനായിരുന്നു, വലിയ ആളായിരുന്നു. കാരണം അച്ഛനെ തൊഴിൽ ചെയ്ത് പിന്നെ ഈ 4 പെൺപിള്ളേരെ അയച്ച് ഞാനും അനിയനും ഉണ്ട്. അങ്ങനെ 6 പേര്. ഞങ്ങൾക്ക് എല്ലാവർക്കും ജീവിക്കാനുള്ള സാഹചര്യം ഒപ്പിച്ചു തന്ന് എല്ലാം തൊഴിൽ ചെയ്തുണ്ടാക്കിയതാണ് ഈ മരകയറ്റത്തൊഴിലാളി. പിന്നീട് ഒരുപാട് രംഗങ്ങളിലെ തന്നെ എന്നെ കടത്തി വിടാൻ ശ്രമിച്ചതായിരുന്നു. അവിടെ ഒരു സ്കൂളുണ്ടാക്കിയിരുന്നു എനിക്ക്, ടൈലറിങ് അല്ല വെൽഫെയർ സ്കൂള്. അത് 57 തുടങ്ങി 63 വരെ നടത്തി. 60-63 കാലഘട്ടത്തിൽ ഞാനതിൽ അധ്യാപകനായി. എത്ര വരെ പഠിച്ച? ഞാൻ 10ാം ക്ലാസ് പൂർത്തിയായില്ലായിരുന്നു. പക്ഷെ അന്ന് അത് മതിയായിരുന്നു. SCയുടെ പേര് കയറായിരുന്നു. പക്ഷേ സ്കൂള് സാങ്ഷൻ ആയതുകൊണ്ട് ആകാഞ്ഞതുകൊണ്ട് എനിക്കത് നിഷേധിച്ചു. അങ്ങനെ അത് നഷ്ടപ്പെട്ടു പോയി. അതിനുശേഷം ഒരു 16 വർഷക്കാലം ടൈലർ സ്കൂൾ നടത്തി എൻ്റെ മാനേജരായിട്ടിരുന്നത്. അപ്പം ഒരുപാട് പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. ഗവൺമെൻറ് അംഗീകാരത്തോടുകൂടിയാണ് നടന്നത്. അപ്പം ഈ എഴുതിയ പാട്ട് എങ്ങനെയാണ് അച്ഛന് ഹിറ്റാവുന്നത്? അച്ഛൻ അറിഞ്ഞ് എന്തെങ്കിലും ചെയ്തതാണോ അതല്ലെങ്കിൽ? ഞാനൊന്നും ചെയ്തില്ല. എനിക്കിതിനെപ്പറ്റി ഓർമ്മ പോലും ഇല്ല ആ അവസരത്തിൽ. അപ്പം ഈ ഹന്ന പാത്തുമ്മ എന്ന് പറയുന്ന കുട്ടി ഇത് പാടിയതായിട്ട് പത്രത്തിൽ വന്ന് കേരളമൊന്നില്ല. അപ്പോൾ അന്നത്തെ MLA ആയിരുന്ന രാമചന്ദ്രൻ്റെ ഒക്കെ ചെന്ന് ആദരിച്ചതായിട്ടും ഒക്കെ കണ്ട്. അപ്പോൾ ഞാൻ കേരളമതിയാണ് വരുത്തുന്നത്. അപ്പോൾ പത്രം വായിച്ചു. അപ്പോൾ എനിക്കൊരു വികാരം തോന്നിയടാ, ഈ പാട്ട് ഞാൻ എഴുതിയതാണല്ലോ. അപ്പോൾ അതിനകത്ത് തുളസിക്കതിരെന്താ ഇവരെഴുതിയിരിക്കുന്നത്. എനിക്കിത് വികാരം തോന്നിയതാ. എൻ്റെ പാട്ട് തിരുത്തയിലുള്ള വികാരം എനിക്ക് തോന്നിയത്. ദേഷ്യം. അല്ല എനിക്കത് ഞാൻ ഇത് പിച്ചുപൂ എഴുതിയത്. ഏത് ട്യൂണിലായിരുന്നു എഴുതിയത്? ഈ നാഴൂരി പാല് കൊണ്ട് നാടാകെ കല്യാണം എന്നുള്ള ട്യൂണില്ല. അപ്പം സാറിന് ഈ ഹാരിസ് സ്വന്തം നമ്മൾ ഏറ്റവും അടുത്ത ആളാണ്. അങ്ങനെ അത് ഹാരിസെ കാണാൻ കാര്യം പറഞ്ഞു. ഒത്തിരി നേരം സംസാരിച്ചിട്ടും കക്ഷിക്ക് അതൊരു ബോധ്യം വന്നില്ല ഞാൻ പറയുന്ന കാര്യങ്ങൾ. അച്ഛനാണ് ഈ പാട്ട് എഴുതിയെന്ന് പറഞ്ഞിട്ട് ബോധ്യം വരുന്നില്ല. ഇല്ല. എന്തായാലും കുറേ കഴിഞ്ഞ് പുള്ളി വന്ന് അഡ്വാൻസ് തന്നിട്ട് ഞാൻ ഈ ബുക്ക് എടുത്തിട്ട് കൊടുത്തു. ഈ ബുക്ക് എടുത്ത് കാണിച്ചു. ബുക്ക് എടുത്തിട്ട് അന്നേരം പുള്ളിക്കൊരു വികാരം തോന്നി.
ഇത് ഏത് വർഷമായിരിക്കും അച്ഛൻ എഴുതിയിട്ടുണ്ടാവുക? ഇതിനകത്ത് എൻ്റെ അച്ഛൻ 1984 മരിച്ച്. അതിന് ശേഷമാണ് അച്ഛൻ മരിച്ചതിന് ശേഷം. അതെ, ഏതാണ്ട് 10-25 കൊല്ലമായി. 25 മേളാവും. ആവും. എന്നിട്ട് ഇത് പുറത്തു പോയത് എങ്ങനെയാ? ഇത് അച്ഛൻ്റെ സ്മരണയ്ക്ക് വേണ്ടി ഞാൻ എല്ലാ മാസവും ഈ രോഹിണി നാളി, അച്ഛൻ രോഹിണി നാളിലാണ് മരിച്ചത്. ആ രോഹിണി നാളിക്ക് പോയി ഭാഗവത പാരായണം നടത്തുമായിരുന്നു. അതിൻ്റെ പ്രധാന കഥാപാത്രം കൃഷ്ണനാണല്ലോ. അത് അദ്ദേഹത്തെ പറ്റി ആ ബാക്കി ഇന്നിങ്ങനായി തീർന്നത്. അപ്പോൾ ആ പാട്ട് അവർ കൊണ്ടുപോയി. അവരുടെ നിത്യത്തൊഴിലല്ലേ ഇത്. അവർക്ക് അത് രസമായിട്ട് തോന്നിയിട്ട് പാടാൻ കൊള്ളാമെന്ന് തോന്നിയത് പാട്ടുകാർ കൊണ്ടുപോയി. അവരുടെ നിത്യത്തൊഴിൽ. അങ്ങനെ അത് കറങ്ങി വീണ്ടും മാരാരിത്തോട്ടത്ത് തന്നെ വന്നു. മാരാരിത്തോട്ടത്ത് വന്നു. ഇനിയിപ്പോൾ അതെന്ത് സിനിമ ഒക്കെ ആകാൻ പോകുന്നുണ്ട്? സിനിമാ ഗാനമായിട്ട് കൊടുത്തു. സിനിമ ഗാനമായിട്ട് അവർ വേണമെന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. വർഷം 3 ഇതുവരെ അത് റിലീസായില്ല പടം കൊല്ലത്ത്. അപ്പോൾ മരം കയറ്റ തൊഴിലാളിയായിരുന്ന ഒരച്ഛൻ്റെ മകൻ കുറിച്ച കമ്മ്യൂണിസ്റ്റുകാരനായ സഹദേവനച്ഛൻ കുറിച്ച കൃഷ്ണഭക്തി ഗാനമായിരിക്കും ഇനി ഈ പറയുന്ന കേരളത്തിലെ കൃഷ്ണഭക്തർക്കും പ്രാർത്ഥനകൾക്കും ഒക്കെ ഒരു വലിയ എന്താ പറയുന്നത്, ഒരു 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 പ്രാർത്ഥനാഗീതമായി മാറാൻ പോകുന്നത്. അതിപ്പോൾ ലോകം അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇത് പുറത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് നമ്മുടെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകളുടെ സന്ദേശം കിട്ടി. കാരണം ഈ മലയാളികളില്ലാത്ത സ്ഥലമില്ലല്ലോ. ഇല്ല. അവരുടെ ചെവികളിലെത്തി അവരിങ്ങോട്ട് നമ്മളെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കൊള്ളാം 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 എന്ന് പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞത്, അത് ലോകം അംഗീകരിച്ച് കഴിഞ്ഞു. സംഗീതമോ ഇതുപോലുള്ള എന്തെങ്കിലും പണ്ട് പഠിച്ചിട്ടുണ്ടോ? എനിക്ക് സംഗീതം എന്ന് പറയുമ്പോൾ എനിക്ക് വലിയ അലർജിയാണ്. അതെനിക്ക് അറിയത്തില്ല. പ്രസംഗവും അറിയത്തില്ല. രാഷ്ട്രീയക്കാരൻ്റെ പ്രസംഗവും അറിയത്തില്ല. പക്ഷെ പ്രവൃത്തി അറിയാം, ചെയ്ത് കാണിക്കാം. എത്ര കഠിനമായതായാലും ചെയ്യാം. അത് രാഷ്ട്രീയ പ്രവർത്തനം അങ്ങനെ തന്നെ. ചുമ്മാ ചളിവാടിച്ച് നടന്നുകൊണ്ട് യാതൊരു കാര്യമില്ല. എത്ര വയസ്സുണ്ട്? എനിക്കിപ്പോൾ 85 താണ്ട് ഈ കുംഭമത്തിൽ പൂർത്തിയാകും. അപ്പോൾ ആ പൂർത്തിയാവുന്ന ദിവസം മാരാരിത്തോട്ടം, അതായത് ഭക്തിയുടെ അന്ന് മാരാരിത്തോട്ടത്തെ ക്ഷേത്രത്തിൽ എനിക്ക് ആദരവുണ്ട് കരക്കാരുടെ ഒക്കെ ആയിട്ട്. അത് ഏത് മാസമായിട്ട് വരും? താണ്ട് ഈ മാർച്ച് 6-ാം തീയതി. ഓ, അത് ശരി. ആകെ നോക്കുമ്പോൾ സംതൃപ്തിയാണ് ജീവിതം. ഇപ്പം ഇത്തിരി സന്തോഷം കുറവുണ്ട്. ഈ ഭാര്യയുടെ കുഴപ്പം, അസുഖമുണ്ട്. 5 കൊല്ലമായി സ്ട്രോക്ക് ഉണ്ടായി. അപ്പോൾ അവരെ സംരക്ഷകനായിട്ട് ഞാൻ അവിടെ ഇരിക്കുക. അവരുടെ എല്ലാ കാര്യങ്ങളും അച്ഛനാ ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നു. തനിയെ കാര്യങ്ങളൊന്നും ചെയ്യാനൊക്കില്ല. ഭാര്യക്ക് നടക്കുകയൊക്കെ ചെയ്യാം, ഒരു പരിധി വരെ വിമറിഞ്ഞു പോകും. എങ്കിലും നമ്മൾ കക്കൂച്ച് പിടിച്ച് കൊണ്ടുപോകണം, കുളിപ്പിക്കണം, അതിനൊക്കെ ഉള്ള ഏർപ്പാട് ചെയ്യും. വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യും. ബാക്കി ജീവിത ചെലവുകളൊക്കെ എങ്ങനെ നടക്കും? ഇപ്പം മോൻ്റെ കൂടെ, മൂത്ത മോൻ്റെ കൂടെ. പിന്നെ എങ്ങനെയൊക്കെ ആയാലും അതിൻ്റേതായിട്ടുള്ള വൈഷമ്യം ഉണ്ടാവുമല്ലോ. നമ്മുടെ സ്വന്തം വരുമാനം അങ്ങ് നിന്ന് പോയാലേ. അപ്പോൾ കണ്ടമാനം വരുമാനം ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരുത്തനായിരുന്നു. അച്ഛൻ തെങ്ങേറ്റത്തിലേക്ക് പോകുമായിരുന്നു. അയ്യോ, ഞാൻ ഇവിടുത്തെ കേരളത്തിൽ ഒരുപക്ഷെ വിദഗ്ധനായ തെങ്ങേറ്റ തൊഴിലാളിയാണ്. ഞാൻ പള്ളിക്കൂടത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അഭിമാനത്തോടു കൂടി ഞാൻ പറയാം, പരീക്ഷയ്ക്ക് എഴുതാൻ പോയ ദിവസവും തെങ്ങ് കയറിയിട്ടുണ്ട്. അതെനിക്ക് അഭിമാനമാണ്. എനിക്ക് അത് പറയുന്നത്, പിന്നെ ഈ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ കുറേ ചാനലുകാർ വന്ന് സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന തുടക്കം 2 കൊച്ചുങ്ങളാണ് വന്ന്, പെൺകുഞ്ഞുങ്ങൾ. അവർ എന്തോ അവർക്കൊരു വല്ലായ്മ. അപ്പം ഞാൻ പറഞ്ഞു, പിന്നെ ഞാൻ തന്തന്നെ സംസാരിച്ച് എനിക്ക് എൻ്റെ ഒരു തൊഴിൽ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയ ഇവർക്കൊരു വലിയ അതിശയമായിപ്പോയി. ഞാനെന്തിനാ ഇത്ര പച്ചയായിട്ട് പറയുന്നത്? നാളുകൾക്കൊക്കെ അതൊക്കെ പറയാൻ വലിയ മടിയാണ്. അത് ഞാൻ പറയാ, ഇപ്പം അത് എല്ലാം നഷ്ടപ്പെട്ടു പോയ കാര്യമാണ്. അപ്പം നമ്മൾ അങ്ങ് അറ്റത്തെ ആളുകളായിട്ട് ജീവിക്കുക. മറ്റു പഴയ കാലമൊക്കെ മറന്നുപോയി. ഈ അച്ഛൻ്റെയൊക്കെ പഴയ കാലഘട്ടത്തിലെയും ഇന്നത്തെ കാലത്തിലെയും ഈ ജാതി സ്പർദ്ധയുണ്ടല്ലോ, മനുഷ്യർക്കിടയിലുള്ള ജാതി സ്പർദ്ധ നോക്കിയാൽ അത് കൂടിയോ കുറഞ്ഞോ അതോ ഒരുപോലാണോ? എന്താ അതിൻ്റെ ഒരു? അപ്പോൾ ഒരു കാര്യം നേരെ കൂടുതൽ കുറവല്ല അവിടെ പ്രശ്നം. ഇന്നും അത് നിലനിൽക്കുന്നു എന്നുള്ളതാണ് സത്യം. അത് എത്രയൊക്കെ ആയാലും ഈ സമുദായ സംഘടനകളും മറ്റേതും മറിച്ചതും ഒക്കെ ഉണ്ടായാലും ശരി, ആ ജാതിയുണ്ട്. അതിൻ്റെ പേരിലാണ് ഇന്നും രാജ്യം നിലനിൽക്കുന്നത്.
എത്രയോ സമര ജാഥകൾ ഈ റോഡും പുറത്ത് നടക്കുന്ന, അയാൾക്ക് സംവരണം കിട്ടിയില്ല, ഇയാൾക്ക് കിട്ടിയില്ല, മറ്റേയാൾക്ക് കുറഞ്ഞു പോയെന്ന് പറഞ്ഞത് ഇത് ജാതിയുടെ പേരില്ല, ഇത് ജാതിയുടെ പേരില്ല. അതേ സമയത്ത് പട്ടനോ ഞാൻ തീർത്തും പറയുന്നു, ഏത് ജാതിയിൽപ്പെട്ടവനായാലും ശരി ഇല്ലായ്മക്കാൻ ആനുകൂല്യം കിട്ടിയിരിക്കണം. അവൻ ഏത് ജാതിയും ആയിക്കോട്ടെ, രാജാവിൻ്റെ മകനായിക്കോട്ടെ. അതിനോടാണ് എനിക്ക് യോജിപ്പ്. ശരി. അച്ഛൻ്റെ കുടുംബത്തിൽ നിന്ന് ആർക്കെങ്കിലുമൊക്കെ ജോലി കിട്ടിയിട്ടുണ്ടോ, സർക്കാർ ജോലി? അച്ഛൻ്റെ കുടുംബത്തിൽ എൻ്റെ അനിയൻ പോലീസ് തന്നെയായിരുന്നു. ഒടുവിൽ അയാൾ SI ആയി. ഈ ബോബക്കാവിന് കിഴക്ക് ആ പള്ളിയുടെ തെക്കേ വീട്ടിൽ നാണു സാറെന്ന് പറയും മനുഷ്യടൊക്കെ, ആ വീട്ടിൽ 4 SI മാരുണ്ടായിരുന്നു. ശരി. അപ്പം അച്ഛൻ ഈ സർക്കാർ ജോലി കിട്ടാത്തതിൽ നിരാശ വല്ലതും ഉണ്ടോ? എനിക്ക് സർക്കാർ ജോലി കിട്ടിയതായിരുന്നു. അതായത് അതിൽ എൻ്റെ അമ്മ മരിച്ച് കഴിഞ്ഞ തൊട്ട് പുറകിന് തന്നെ എനിക്ക് ഹൈദരാബാദ് പോലീസിലേക്ക് സെലക്ഷൻ കിട്ടി. ഹൈദരാബാദ് പോലീസ്? അന്ന് കരുനാഗപ്പള്ളി എംപ്ലോയ്മെൻ്റ് ഇല്ല, കൊല്ലത്തേ ഉള്ളു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പിറ്റേന്ന് അവിടെ ഹാജരാകാൻ എഴുതി തന്നു. ഞാൻ അതുമായിട്ട് വീട്ടിൽ വന്നൊന്ന് ഈ പെങ്ങന്മാർ ഇത്രയും കൂടി എന്നെ അടക്കലൊക്കെ പിടിച്ച് അവർ വിടത്തില്ലെന്നെ. ആ സ്നേഹമൊക്കെ ഇപ്പോഴും ഉണ്ടോ പെങ്ങന്മാർക്കൊക്കെ? കുഴപ്പമില്ല, നമ്മളങ്ങനെ പോകാറില്ല. പക്ഷേ അവർ ചെയ്ത പണി എന്തോന്നറിയോ, ഒരു വലിയ നയവഞ്ചോ എന്താണെന്നറിയോ, അവരുടെ ഭർത്താക്കന്മാർക്ക് 4 പേർക്കും ജോലിയുണ്ട്. അപ്പോൾ അത് ശരിക്കും സ്നേഹത്തിലല്ലായിരുന്നു. അവർ പക്ഷേ 4 ഭർത്താക്കന്മാർ മരിച്ചപ്പം അവർക്ക് 30,000 40,000 രൂപ പ്രതിമാസം കിട്ടുന്നു അവരുടെ ശമ്പളത്തിൻ്റെ. നമ്മൾ ചുമ്മാ 1,500 രൂപയായിട്ട് 1,100 രൂപയായിട്ട് ഇപ്പോഴും ഇരിക്കുന്നത് പെൻഷൻ. എന്നാലേ ഒരുപാട് സമ്പത്തും ഈ സ്ഥാനമൊക്കെ ഉള്ളവരെക്കാൾ അച്ഛൻ സന്തോഷവാനാണ്. വളരെ സന്തോഷമാണ്. ഞാൻ ഇന്നലെ ആദ്യമായിട്ട് നമ്മൾ നേരിട്ട് ആ പരിപാടിയിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ കണ്ടത്. എനിക്ക് വളരെ എനിക്ക് ഈ ഇങ്ങനെ സംതൃപ്തിയുള്ളവരെ കാണുന്നത് വലിയ ഇഷ്ടമാണ്. സാറിന് പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് 952 ഞാൻ പറഞ്ഞില്ല ആ പാർട്ടിയുടെ കാലഘട്ടം. അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് സ്ഥാപനങ്ങൾ, ഞാൻ ഈ പാർട്ടിയുടെ ഒരുപാട് സ്ഥാനങ്ങൾ ഇരുന്നിട്ടുണ്ട്. അവിടുത്തെ കയർ സഹകരണ സംഘത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് ദീർഘകാലം ഇരുന്നത്. അപ്പം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായാലും കോൺഗ്രസ്സുകാരനായാലും ഒരു സാധാ മെമ്പർ 4 അണയുടെ, ഈ മെമ്പർക്ക് ഈ നാടിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. 4 അണയുടെ മെമ്പർ മതി, അവൻ ഈ ജനങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഉദാഹരണമായിട്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ കോവിഡ് വന്ന് ഈ പറയുന്ന പാർട്ടിക്കാൻ അവനൊന്നും സഹായിക്കാൻ കഴിയത്തില്ലേ? അങ്ങനെ എത്ര പാർട്ടിക്കാനുണ്ട് ഈ രാജ്യത്ത്? ആര് കുറവാണതേ ആകൂറും തത്വമൊന്നും പറഞ്ഞിരുന്നത്. ഞാൻ അതിലൊക്കെ അഭിമാനം കൊള്ളുന്നു. ഞാൻ ആ കോട്ടോട്ട് വരുമ്പോൾ ഒരു സ്ഥലമുണ്ട്, കരുനാഗപ്പള്ളി ചന്തന കിഴക്കോട്ട് വരുന്നത്. അവിടെ നിന്ന് തെക്കോട്ട് പോകുന്നിടത്ത് ഒരു 14-18 കുടിലുകാരുണ്ടായിരുന്നു. കുടിൽ കിട്ടി താമസം. ഏത് നിമിഷം അവരെ പുറത്താക്കാം. ഞാൻ അവരുടെ കൂടെ നിന്നുകൊണ്ട് ആ 18 പേർക്കും പട്ടയം വാങ്ങിച്ചു കൊടുത്ത് അവർക്ക് വീടാക്കി. കോട്ടിട്ട് വരുമ്പോൾ തെക്കോട്ട് പോകുന്നത്. പോളിടെക്നിക്കിൻ്റെ പടിഞ്ഞാറ് വശത്തായിട്ട് 10-20 കുടിലുണ്ടായിരുന്നു. റോഡ് പുറമ്പോക്കില്ല. എപ്പോഴും PWDക്കാർ വന്ന് പൊളിച്ചു കളയും. ഞാൻ അവരെ ഹെൽപ്പ് ചെയ്തു, പൊളിച്ചു പോയാൽ കെട്ടും. അങ്ങനെ വർഷങ്ങളോളം അതിൻ്റെ പിന്നെ പ്രവർത്തിച്ചോട് ഇവർക്ക് ഇത്രയും പഞ്ചായത്തിൽ നിന്ന് ഭൂമിയും വീടും കിട്ടി. അതൊക്കെ സന്തോഷം ഉണ്ടാകുന്ന വളരെയേറെ. ഇത്ര ജീവിതത്തിൽ ഇതേറെ സന്തോഷമുള്ള വേറെ മറ്റൊന്നുമില്ല. ഇനിയിപ്പോൾ അച്ഛൻ ഈ എഴുത്തിൽ തുടരുന്നോ? ഇപ്പം എഴുത്തൊക്കെ ഇത് നമ്മൾ വിചാരിക്കുമ്പോൾ ഉണ്ടാവുന്നതല്ലല്ലോ ഇത്. നമ്മൾ വിചാരിക്കുമ്പോൾ ഒന്നും ഉണ്ടായിട്ടില്ല. മനസ്സ് പറഞ്ഞപ്പോൾ അങ്ങനെ എഴുതി, അങ്ങ് തോന്നിയ പറയണം, അല്ലാതെ ഒന്നുമല്ല. അതൊന്നും ഈ പറയുന്ന ഒന്നും മറ്റേ എല്ലാം കൂലിക്കെഴുത്താണ്. ഇത് ഉള്ളിൽ തട്ടി വരണമെങ്കിലേ വല്ല ഗുണമുള്ളൂ, അല്ലാതെ യാതൊരു വിശേഷമില്ല. അപ്പം അച്ഛൻ എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. 100 വയസ്സ് വരെ ഇരിക്കട്ടെ.